ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ റെസിപ്പി നമ്മുടെ കുഴിപ്പനിയാരം ദോശമാവോ ഇഡ്ഡലിമാവോ വെച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ആ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. അത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. ദോശമാവ് വെള്ളം അധികം ചേർക്കാതെ ഒരു തിക്ക് പരുവത്തിൽ, നമ്മൾ ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും അത് ലൂസാവാത്ത പരുവത്തിലല്ലേ എടുക്കാറ്. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അതിന് വേണ്ടിയിട്ട് പനിയാരത്തിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉഴുന്ന്, ഞാൻ കുറച്ച് ഉഴുന്നിട്ടിട്ടുണ്ട്. ഉഴുന്നും ഒരു അരമുറി സവാള, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ഇത്രയും കൂടെ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു ചിലർ പച്ചക്കായിട്ട് തന്നെ നേരിട്ട് മാവിലോട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വാട്ടിയാണ് ഉണ്ടാക്കാറ്. അത് ആ മാവിലേക്ക് മിക്സ് ചെയ്ത്, കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. മുമ്പ് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറേ നാളായി. ഇപ്പം റെസിപ്പിക്കൊക്കെ ആവശ്യം വന്നു തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ വീണ്ടും പൊടി തട്ടി എടുക്കാൻ തുടങ്ങിയത്. അപ്പം അത് ആ മാവിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പക്കാരയില്ലേ, ഉണ്ണിയപ്പക്കാരയോ കുഴിപ്പനിയാരത്തിന് വേണ്ടിയിട്ട് അതെടുത്തിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ എണ്ണ വീതം എല്ലാ കുഴിയിലും ഒഴിച്ചാൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ കുഴിയിൽ നിറച്ചങ്ങ് മാവ് ഒഴിക്കരുത്. എൻ്റെ കുഴി ചെറുതായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ ഒഴിച്ചേക്കുന്നത്. ഉണ്ണിയപ്പക്കാരയുടെ കുഴി ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. ഞാൻ ചെറുതാണ്, പക്ഷേ എൻ്റെ ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം. ഒരുപാട് ഓവറായിട്ടങ്ങ് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ മാവ് ഒഴിച്ചത്. അപ്പം നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 3/4 ഭാഗം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഷേപ്പിൽ അത് കിട്ടും. ഒരുപാട് തീ കൂട്ടിയിടരുത്. നടുക്കുള്ള കുഴിയിലാണ് ആദ്യം മാവ് ഒഴിക്കുന്നതെങ്കിൽ ആദ്യം അത് തന്നെ തിരിച്ചിടണം. ആദ്യം അത് എടുക്കുകയും വേണം, അല്ലെങ്കിൽ അത് ചൂട് തട്ടി കരിഞ്ഞു പോകും. സിമ്മിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി 2 സൈഡും മുരിഞ്ഞ് കിട്ടുമ്പോൾ അത് അടുപ്പിൽ നിന്നെടുക്കാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് മാവ് ഒഴിക്കാം. അങ്ങനെ ഇതെല്ലാ കൂട്ടും തയ്യാറാക്കി എടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്സാണ്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കൂട്ടി വേണം കഴിക്കാൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.